ഹലോ ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേരുടെ ഡൗട്ടാണ് A6 ഫ്രെയിം എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ A6 ഫ്രെയിം. ഇത് സ്ക്വയർ ഷേപ്പിലാണുള്ളത്. A6 തന്നെ വേറെ ഉണ്ട് കേട്ടോ, റെക്റ്റാങ്കിൾ ഷേപ്പ് കണ്ടോ, ഈ ഒരു ഷേപ്പിലും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വാങ്ങിയതാണ് സ്ക്വയർ. മറ്റേത് ഞാൻ സേവ് ദ ഡേറ്റിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഫ്രെയിമാണ്, ആ വൈറ്റ് ഫ്രെയിം. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം A5 A4 നിങ്ങൾ മനസ്സിൽ ജസ്റ്റ് ഒന്ന് കാണാം. A4ൻ്റെ പകുതിയാണ് A5ൻ്റെ പകുതിയാണ് A6. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് ആ ഒരു ഇത് മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. നമുക്ക് A6ൽ പ്രിൻ്റ് ചെയ്ത് കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേരുടെ ഡൗട്ട് ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഏത് സൈസിലാണ് നമ്മളിത് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഫ്രെയിം എന്ന് പറയുന്നത് അതിലുള്ളിൽ പിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ടാപ്പൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പുതിയൊരു പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. അത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. ഓക്കെ, ബാക്കിലുള്ള ക്ലിപ്പൊക്കെ ഒന്ന് അയക്കുന്നുണ്ട്. ഈ ഒരു പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ ഇത് ഞാൻ A4 ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ A5ൻ്റെ നേരെ പകുതിയല്ല A6, എന്നാലും ഏകദേശം ഒരു മുക്കാലിന് അടുപ്പിച്ച് അങ്ങനെയാണ് കേട്ടോ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറിനാൽ എൻ്റെ മനസ്സിൽ ഞാൻ കരുതി വെച്ചിട്ടുള്ളത്. അതിപ്പോൾ A4 ആണ്. ഇങ്ങനെ സെൻറ്ററിലാവുമ്പോൾ രണ്ട് ഭാഗം A5 നമുക്ക് കിട്ടും. ഈ A5ന് നമ്മൾ സെൻറ്റർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെൻറ്ററല്ല ഒരു മുക്കാൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് A6 കിട്ടും. അപ്പോൾ നമുക്ക് A4ൽ നമുക്ക് 2 A6 ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലേ? അപ്പോൾ ഈ രണ്ടും അപ്പോൾ ഞാൻ ഫ്രെയിമിൻ്റെ ബോർഡും പിന്നെ ആ പ്രിൻറ്റുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ വെക്കുമ്പോൾ A4ൽ 2 A6 ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ക്യാൻവയിൽ A6 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. ഇനി അപ്പോൾ ആദ്യമൊക്കെ A5 കിട്ടണില്ലായിരുന്നു, ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഇനി വരുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇനി പുതിയ വേർഷനിൽ ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ ആ സ്ക്വയർ അങ്ങനെയാണ് പ്രിൻ്റ് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. A4 പേജ് എടുക്കുമ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് വന്നിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇതും നമുക്ക് 2 കിട്ടുള്ളൂ. A4ൽ 2 റെക്റ്റാങ്കിൾ ആയ സ്ക്വയർ ആയാലൊക്കെ നമുക്ക് 2 ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, സ്ക്വയറിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കാം, റെക്റ്റാങ്കിളിലാണ് അങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അത് ഫ്രെയിമിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഷേപ്പിന് വ്യത്യാസം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ കസ്റ്റമറിന് ഏതാണ് വേണ്ടത് വെച്ചാൽ അതിന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ആയാലും A4ൽ 2 A6 ആണ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ A4ൽ 2 A5 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ A5ൻ്റെ പകുതിയല്ല A6 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ചിലപ്പോൾ 4 ഒക്കെ വിചാരിക്കുന്നുണ്ടാവും. 4 ചെയ്യാൻ പറ്റില്ല. കാരണം A5ൻ്റെ നേരെ പകുതിയാണെങ്കിൽ നമുക്ക് ഒരു A4ൽ 4 ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നേരെ പകുതിയിൽ ഒരു മുക്കാൽ ഭാഗം A6 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് A4ൽ 2 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്യാൻവ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഹോം പേജ്, അതായത് നമ്മൾ ഫസ്റ്റ് ക്യാൻവ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്ക് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് സ്ക്വയർ ഷേപ്പിലുള്ള ഫ്രെയിം ആണെങ്കിലാണ് സ്ക്വയറിലുള്ളത് എടുക്കേണ്ടത്. റെക്റ്റാങ്കിളിലാണ് എടുക്കേണ്ടത് വെച്ചാൽ ഇതൊക്കെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ആ ഒരു ഷേപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ മുകളിലത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഒരെണ്ണം കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്തു.
അപ്പോൾ അതേ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ക് എങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഗാലറിയിൽ പോയിട്ട് ആ 3 കോളത്തിലും ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, കാരണം അത് നമുക്ക് അറിയാലോ. അപ്പോൾ ഞാൻ 3 ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സേവ് ആവും. ഓക്കെ, സേവ് ആസ് ഇമേജ് എന്നുണ്ടാവും അത്. അപ്പോൾ ഇനി നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും കേട്ടോ, സ്ക്വയറിലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് A6 സ്ക്വയറിലല്ല റെക്റ്റാങ്കിളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോം പേജിൽ തന്നെ ഉണ്ടാവും കേട്ടോ, റെക്റ്റാങ്കിളുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് A6 ഈ ഒരു ക്യാൻവയിൽ ഉണ്ടോ നോക്കാൻ വേണ്ടി A6 ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ അതിൽ A6 ഇല്ല കേട്ടോ, A3 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയത് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് A4 എടുക്കാം. അപ്പോൾ A3യിലും ചെയ്യാം. അപ്പോൾ A3യിൽ നിങ്ങൾ നമുക്ക് A6 നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടൂല, A5ഉം കിട്ടൂലല്ലോ. അപ്പോൾ A4 A3 ആണ് പൊതുവെ എല്ലാവരും ചെയ്യൽ. ഇനി A5 കിട്ടുമെന്നില്ല ആർക്ക്, കാരണം ചെറിയ പ്രിൻ്റ് അല്ല. അപ്പോൾ അതൊക്കെ അവർക്ക് നമുക്ക് തന്നാൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ A4 A5 ഒക്കെയാണ്, അല്ല A3ക്കാണ് അവർ പ്രിൻ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ഇത് ഞാനിത് സെർച്ച് ബാറിൽ A4 ഡോക്യുമെൻ്റ് എന്നാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ A4 ബ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഗാലറി പോവുക. നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാലറി പോയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ A4 ഫ്രെയിം വെച്ച് കാണിച്ചത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മൾ എന്താ പറഞ്ഞത് A4ൽ നമുക്ക് 2 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തത് ഫസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യാം, ആ ഒരു പ്ലസ് കാണുന്നുണ്ടല്ലോ, ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് രണ്ടാമതായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 എണ്ണം A5ൻ്റെ ഒരു മുക്കാലായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡൗട്ടായിരിക്കും എങ്ങനെയായിരിക്കും എന്തായിരിക്കും നിങ്ങൾ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം, ആ 2 വശവും ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ചിലപ്പോൾ വീതി കുറവൊക്കെ ആണെങ്കിൽ, നമ്മൾ എഡിറ്റ് ചെയ്ത് കുറവൊക്കെ ആണെങ്കിൽ ആ ബ്ലാങ്ക് 2 വശവും ബ്ലാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഫ്രെയിമിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് 4 വശവും വൈറ്റ് ഉണ്ടാവുമ്പോൾ അങ്ങനെ വൃത്തികേടായി തോന്നില്ല. സെൻറ്ററിൽ ഇങ്ങനെ പിക്കും ആകുമ്പോൾ വൃത്തികേടായി തോന്നില്ല. പിന്നെ അഥവാ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്കും ഇതൊക്കെ പോകാനായ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ 2-3 തവണ ട്രൈ ചെയ്യുമ്പോൾ 4 വശവും ഈ ഒരു വൈറ്റ് പോർഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഇതിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നെ പ്രിൻ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് ഫോട്ടോ എല്ലാ വശവും വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ ഫോട്ടോ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ടൊക്കെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ടാറ്റാ.